ഇഹ്യാഉ തുറാസ്, ജംഇയ്യത്ത് ഇഹ്യാഉ തുറാസ് എന്ന കുവൈത്തിലെ സംവിധാനത്തെ പറ്റി നമ്മളെ പേരിൽ ആരോപണം പറയും. അത് വാചാലമായിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ജംഇയ്യത്ത് ഇഹ്യാഉ തുറാസിന്റെ ഫണ്ട് കൊണ്ട് ജീവിക്കാണ്, അത് ഇഖ്വാനിസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കും ഇവര്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് ആ സംവിധാനത്തെ കുറിച്ച് ഇബ്നു ബാസ് റഹിമഹുല്ല അത് ശരിയാണെന്ന് പറഞ്ഞു കൊടുത്ത ഫത്വയാണത്. അതുപോലെ തന്നെ ഷെയ്ഖ് ഉസൈമി റഹിമഹുല്ല ആ സംവിധാനത്തെ കൊടുത്ത ഫത്വ, ആലു ഷെയ്ഖ് ഹഫിളഹുല്ല അവരെ മൻഹജ് രീതി ശരിയാണ്, അവര് തെറ്റിലല്ല, അവരെ അഖീദ അവരെ മൻഹജ് ശരിയാണ് എന്ന് പറഞ്ഞു കൊടുത്ത മറുപടിയാണ്. ഷെയ്ഖ് ഹമൂദ് അൻ നജ്ദി ഹഫിളഹുല്ലയാണ് അതിന്റെ ഫത്വ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതൻ. അദ്ദേഹം ഇന്ന് ലോകം അംഗീകരിച്ച പണ്ഡിതനാണ് ഹമൂദ് അൻ നജ്ദി ഹഫിളഹുല്ല. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കാൻ നടക്കുക എന്നല്ലാത്ത ഒരു പണിയും ഈ സാധുക്കൾക്കില്ല. ഉള്ളത് പറയാലോ, അതെന്നെ വരെ പണിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇഖ്വാനിസം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തഴച്ചു വളരുകയാണ്. ഇവിടെ ഷിയായിസം ഇവിടെ വളരുകയാണ്, ഖുറാഫത്ത് ഇവിടെ വളരുകയാണ്. അതിനെതിരെ പടപൊരുതുന്ന ആളുകൾക്ക് നേരെ പിച്ചും പെയ്യും പറയാന്നല്ലാതെ ഈ തോന്നിയവാസങ്ങൾക്കെതിരെ അവരെന്താ പറയണത്? എന്താ അവര് പറയണത്? എന്നിട്ട് അവര് അഹ്ലുസുന്നയുടെ പാത അവകാശപ്പെടുന്നു. നേരത്തെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറഞ്ഞല്ലോ, ഞാൻ ഒറ്റക്കായാലും സെൽഫിയ എന്ന് പറയുന്ന അവസ്ഥ പിന്നെ ഒരു ദഅവത്തിക്കും ഉണ്ടാവൂല. നിങ്ങൾ ആലോചിക്കണി, മരവിച്ച് പോകുക എന്നല്ലാതെ, മരവിച്ച് ജീർണിച്ചു പോകുക എന്നല്ലാതെ സമൂഹത്തിന് ഉപകരിക്കുന്ന എന്ത് ദഅവത്താ ഓലെ കൊണ്ടുള്ളത്? എന്ത് പ്രബോധന ഓലെ കൊണ്ടുള്ളത്? ഇപ്പൊ നമ്മൾ വരച്ച വരിക്ക് നമ്മൾ കണ്ടതിലേക്ക് ഓലിങ്ങനെ തിരിച്ചു നടക്കുന്നുണ്ട്. അത്തരമുണ്ട്. അപ്പോ ഇത്തരം ഫിത്നകളെ തൊട്ട് നമ്മൾ ജാഗ്രത കൈവരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ എന്താ അറിയോ, ഓരോന്ന് നമ്മളെ മേത്ത് വന്നിങ്ങനെ ഇരിക്കും, അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. അവസാനം നമുക്ക് ഒരു സത്യത്തിന്റെ പ്രചാരകനും ആകാൻ കഴിയാത്ത വിധം നമ്മൾ ഇവരാൽ ലോക്ക് ചെയ്യപ്പെടും. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നമുക്ക് നന്മയുടെ വാഹകരാകാൻ കഴിയില്ല, നന്മയുടെ പ്രചാരകരാകാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കാത്ത വിധം മുറിയാത്ത പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകൂല. അതുകൊണ്ട് വകൂനു മഅസ്വാദിഖീൻ, സത്യത്തിന്റെ കൂടെ നിൽക്കുക. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി സുമ്മ ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. ഖുർആൻ നമ്മളെ പഠിപ്പിക്കണം. വിജയിച്ചവർ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫായിസൂൻ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു നിലക്കും നമ്മൾ ഒരക്ഷരം കൊണ്ട് പോലും സത്യത്തിന് എതിരായി നിലകൊള്ളുന്നില്ല. അത് ഈ വർഷങ്ങളിലെ പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ച് നോക്കിയാൽ നമുക്ക് അള്ളാന്റെ ഹക്കിന് വേണ്ടി പണിയെടുത്തതിന് 100-ൽ 100 മാർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. അതിൽ വബില്ലാഹി തൗഫീഖ്, ഒരു സംശയമില്ല.